അമേരിക്കയെ തുറന്ന് വെല്ലുവിളിച്ച് ചൈന രംഗത്തെത്തി. യുദ്ധത്തിനും തയ്യാറാണെന്നാണ് ചൈനയുടെ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളുമുള്ള നികുതി തർക്കത്തിന് പിന്നാലെയാണ് ഏതു തരത്തിലുമുള്ള യുദ്ധത്തിനും തയ്യാറാണെന്ന് ചൈന വിദേശകാര്യ മന്ത്രാലയം നിലപാട് അറിയിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക നികുതി കൂട്ടിയതിനോട് പ്രതികരിക്കവെയാണ് ചൈനയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. നികുതി യുദ്ധമാണെങ്കിൽ അങ്ങനെ, വ്യാപാര യുദ്ധമെങ്കിലും ഏതു തരത്തിലുള്ള യുദ്ധമാണെങ്കിലും തയ്യാറാണെന്നും അവസാനം വരെ പൊരുതുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചൈനയിൽ വാർഷിക നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് നടക്കുകയാണ്. ഇതിനിടെയാണ് US-നോടുള്ള നിലപാട് ചൈന കടുപ്പിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഫെബ്രുവരി 4 മുതൽ നികുതി വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന 15% വരെ നികുതിയും ചുമത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നികുതി വിഷയത്തിൽ ഇത്തരത്തിൽ തർക്കം നടക്കവെയാണ് ചൈന നിലപാട് കടുപ്പിച്ച് വീണ്ടും രംഗത്ത് വന്നത്. അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിന് അതേ നാണയത്തിലാണ് ചൈന തിരിച്ചടിക്കുന്നത്. ഫെബ്രുവരി 4 മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% കൂടി നികുതി കൂട്ടിയ US ഉത്തരവിട്ടിരുന്നു. ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതിന് തിരിച്ചടിയെന്നോണം US ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏർപ്പെടുത്തിയത് 10 മുതൽ 15% വരെ നികുതി വർധനയാണ്. ഇതിനിടെ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വിനിയോഗം വർദ്ധിപ്പിക്കാനും ചൈന തീരുമാനിച്ചിട്ടുണ്ട്. ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് ആണ് പ്രതിരോധ ചെലവ് 7.2% വർദ്ധിപ്പിക്കുമെന്ന് ഇന്നലെ അറിയിച്ചത്. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതിനേക്കാൾ തുക വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. ചൈന സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും എന്നാൽ US പശ്ചിമേഷ്യയിലും ഉക്രൈനിലും സംഘർഷത്തിന് തിരികൊളുത്തിയ രാജ്യമാണെന്നും ചൈനീസ് പ്രധാനമന്ത്രി ആരോപിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അത് തായ്വാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ വർധനയാകട്ടെ അമേരിക്കയുമായി കൂടുതൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ബജറ്റുള്ള രണ്ടാമത്തെ രാജ്യമാണ് ചൈന. 24,500 കോടി ഡോളറാണ് ചൈനയുടെ പ്രതിരോധ ബജറ്റ്. അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധ ബജറ്റുള്ള രാജ്യം. 96,800 കോടി ഡോളറാണ് US-ന്റെ പ്രതിരോധ ബജറ്റ്. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് 7,400 കോടി ഡോളർ മാത്രമാണ്. അതേസമയം മാർച്ച് 10 മുതലാണ് ചൈന വർദ്ധിപ്പിച്ച നികുതി നിരക്ക് പ്രാബല്യത്തിൽ വരികയെന്ന് ചൈനീസ് ധനമന്ത്രാലയം അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് നികുതി വർദ്ധിപ്പിച്ചത്. ചിക്കൻ, ഗോതമ്പ്, ചോളം, പരുത്തി എന്നിവയുടെ നികുതി 15% കൂട്ടി. സോയാബീൻ, പന്നിയിറച്ചി, ബീഫ്, കടൽ ഭക്ഷ്യവസ്തുക്കൾ, പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിരക്ക് 10% കൂട്ടിയിട്ടുണ്ട്. 15 US കമ്പനികളെ വിശ്വാസയോഗ്യമല്ലാത്ത കമ്പനികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവയാണ് ഈ കമ്പനികൾ. നികുതി വർധനയ്ക്കൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി ചേരുന്നതോടെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വൈര്യം വർദ്ധിക്കുകയാണ്. ലോകത്തെ പ്രധാന 2 സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം ശക്തമാകുന്നത് ആശങ്കയോടെയാണ് മറ്റു രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഇതിനിടെയാണ് എന്തിനും തയ്യാറാണെന്ന ചൈനയുടെ പ്രസ്താവന കൂടി വരുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.